وسلم. اللهم ارزقنا وأهلنا في الدنيا زيارته مرارا وكمال اتباعه وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود. اللهم اسقنا وأهلنا من حوضه وانفعنا وإياهم بمحبته واشربنا وإياهم غدا في زمرته يا رب العالمين. وآبائه وإخوانه وأزواجه وأهل بيته إلى يوم الدين. ساداتنا صحابه البدريين والهديين بقية الصحابة والقرابة كلهم أجمعين إلى حضرات أرواح أهل الخير والفضل كلهم يا أرحم الراحمين. إلى حضرات أرواح مشايخنا مشايخ سلسلة القادرية والرفاعية والجسدية الصابرية والسهروردية الكبروية الهمدانية. قدس اللهم سرارهم وانفعنا بهم وبعلومهم وامدنا وأهلنا بمددهم وانصرنا وإياهم بنصرهم واجعلنا وإياهم بحفظهم وحمايتهم يا رب العالمين. اللهم بحقهم وجاههم يسر عسيرنا وسهل أمورنا واقض حوائجنا واشف أمراضنا وطول أعمارنا ودمر أعداءنا وأصلح أحوالنا وبارك لنا في كل أمورنا سيما في أمرنا ومجلسنا هذا بركة تامة كما باركت على عبادك الصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وارحمنا وارحم والدينا وارحم من يرحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله عليه وسلم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق يظهره على الدين كله ولو كره المشركون. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله خير الأسماء والصفات. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلته التي أدركني. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض. صدق الله العظيم. قال سيدنا ونبينا محمد صلى الله عليه وسلم: من صام يوم عاشوراء فكأنما صام السنة ومن تصدق فيه كان كصدقة السنة. صدق الرسول الكريم صلى الله عليه وسلم. يا رب بالمصطفى بلغ مقاصدنا اغفر لنا وراء واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
സഹോദര സഹോദരിമാരെ, 2 ആഴ്ചകൾ ഇടവിട്ടുകൊണ്ട് നമ്മുടെ മഹത്തായ മദ്രസയിൽ നടത്തപ്പെടുന്ന മത പഠന ക്ലാസ്സിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും പറയലും കേൾക്കലും പിരിയലും നാളെ പാരത്രിക ലോകത്ത് സ്വർഗം വരിക്കാൻ ഹേതുകമാകുന്ന സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതകാലത്ത് കഴിഞ്ഞുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവന്റെ മഹത്തായ ഫള് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള ജീവിതം അവന്റെ പൊരുത്തത്തിലൂടെ അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള സാഹചര്യം ഒരുക്കി ഈമാൻ സലാമത്തായി മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു മാസത്തിലേക്കാണ് നാം കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ന്യൂ ഇയർ ആണ് നാം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ മുഹറം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ ക്രമീകരണത്തിന് ആവശ്യമായി കാലങ്ങളെ സംവിധാനിച്ചു എന്നും അത് മിനിറ്റുകളായും സെക്കൻഡുകളായും മണിക്കൂറുകളായും ദിവസങ്ങളായും ആഴ്ചകളായും മാസങ്ങളായും വർഷങ്ങളുമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണെന്നും ആ മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചതായി പരിശുദ്ധ ഖുർആൻ ശരീഫ് വ്യക്തമായി നമ്മൾ അറിയിച്ചതായി നമുക്ക് ബോധ്യമുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശത്തെയും അതുപോലെ ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ച ആ ദിവസം തന്നെ ലോകത്തിന്റെ ക്രമീകരണത്തിന് ആവശ്യമായി പടച്ച തമ്പുരാൻ അംഗീകരിച്ച 12 മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത് എന്നും ആ വർഷാരംഭമാണ് പരിശുദ്ധമായ മുഹറം ശരീഫിലൂടെ സത്യവിശ്വാസികൾക്ക് നേടിയെടുക്കുവാനുള്ളത് എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. മുഅ്മിനായ മനുഷ്യൻ അംഗീകരിക്കേണ്ടതും ഹിലാലിയായ മാസങ്ങളെയാണ്. ചന്ദ്രദർശനത്തിലൂടെ തുടക്കം കുറിക്കപ്പെടുന്ന മാസത്തെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരു ഹദീസ് കൊണ്ടും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നാം അടക്കമുള്ള സത്യവിശ്വാസികളടക്കമുള്ള പൊതുവായി ജനങ്ങൾ അംഗീകരിക്കുന്നത് ജനുവരി മുതൽക്ക് ഡിസംബർ കൂടിയ മാസങ്ങളടങ്ങുന്ന വർഷത്തെയാണ്, വർഷ കലണ്ടറാണ് എങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അംഗീകരിക്കേണ്ടത് പരിശുദ്ധമായ മുഹറമിൽ തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന കലണ്ടറിനെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ന്യൂ ഇയറായി കൊണ്ടാടേണ്ടത്, അതല്ലെങ്കിൽ അവൻ സ്വീകരിക്കേണ്ടത്, അവൻ ആഘോഷിക്കേണ്ടത്, അവൻ ഉൾക്കൊള്ളേണ്ടത് പരിശുദ്ധമായ മുഹറമിന്റെ പ്രഥമ രാത്രിയാണ്. പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം അംഗീകരിക്കുന്നതും അംഗീകരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നതും പരിശുദ്ധമായ മുഹറം കൊണ്ട് തുടങ്ങുന്ന മാസങ്ങളെയാണ്. മുഹറം എന്നുള്ള ചിത്രം നമ്മൾ കേൾക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ മുഹറത്തിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം നമുക്ക് ലഭിക്കുമ്പോഴേക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത് മുഹറം 1 മുതൽക്ക് 10 കൂടിയ ദിവസങ്ങളിൽ പൊതുവെ നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങളാണ്. അതിനു വേണ്ടി മാറ്റി നിർത്തപ്പെട്ട, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പോലും നിഷിദ്ധമാക്കിയ മാസത്തിൽപ്പെട്ട മുഹറം 1 മുതൽക്ക് 10 കൂടിയ ദിവസങ്ങളിൽ ഒരു കാര്യം, നന്മയും തിന്മയുമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മൗഢ്യമായ ധാരണ സത്യവിശ്വാസികളുടെ ഇടയിൽ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സാന്ദർഭികമായ നിലക്ക് ഓർമ്മപ്പെടുത്തുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്.
എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി നമ്മുടെ സമുദായത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു അല്ലെങ്കിൽ ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുമ്പോൾ ഒരർത്ഥത്തിൽ അതിന്റെ വിഷയത്തെക്കുറിച്ചുള്ള വിശകലനം നടത്തുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് മുഹറം 10 ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്ന് നമുക്ക് ബോധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന മുഹറം എന്ന ആ മാസത്തിലെ 10 ദിവസങ്ങളെ മുഴുവനും നമുക്കൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു തള്ളാൻ പാടുണ്ടോ? 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾ മുഴുവനും തന്നെ നമുക്ക് എൻഗേജ് ആണ്, അതല്ലെങ്കിൽ ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാതെ നമ്മൾ പ്രത്യേകം അത് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ദിവസങ്ങളാണ് എന്ന് നമ്മൾ ധരിക്കാൻ പാടുണ്ടോ? ഇസ്ലാമിക കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. നഹ്സുകളാണ് എന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് 1 മുതൽ 10 കോടി ദിവസങ്ങൾ ഒരു കാര്യവും ചെയ്യാതെ മാറ്റി നിൽക്കുന്ന ചുറ്റുപാട് നമ്മൾ തിരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നഹ്സുകൾ കാലങ്ങളിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിലുമുണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ധിക്കരിച്ച പ്രവാചകന്മാരെ അനുസരിക്കാതെ അവർക്കെതിരെ തിരിഞ്ഞ മുൻഗാമികളായ ഗോത്രങ്ങളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഒക്കെ നശിപ്പിച്ച ദിവസത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുന്നു, ഫി അയ്യാമിൻ നഹിസാത്ത്, ശൂന്യതയുള്ള ശകുനങ്ങളുള്ള ദിവസങ്ങളിലാണ് അവരുടെ മേൽ നാം അദാബിനെ അല്ലെങ്കിൽ ശിക്ഷയെ അയച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശൂന്യത എന്ന് പറയുന്നത്, നഹ്സുകൾ എന്ന് പറയുന്നത് ഉള്ളതാണ് എന്നും പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ നഹ്സുകളുടെ ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് വർഷങ്ങളിലും അതുപോലെ മാസങ്ങളിലും പ്രത്യേകമായ ദിവസങ്ങളുണ്ട് എന്നും വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരുന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ പരിശുദ്ധ മുഹറം ശരീഫിലെ 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾ പൂർണ്ണമായും നമ്മൾ ത്യജിക്കേണ്ടതാണോ, നമ്മൾ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണോ എന്നുള്ളതാണ്. മഹാനായ ശഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് യാത്രി സമയത്ത് എല്ലാവരും പരിക്ഷീണിതരായി, മുത്തുനബിയും സ്വഹാബത്തും പരിക്ഷീണിതരായി വിശ്രമിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ ഒരു ഇടം, ഒരു മലഞ്ചെരുവ് തെരഞ്ഞെടുത്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി വര്യനെ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിയുടെ സമയം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുവാനും സമയമാകുമ്പോൾ വിവരം നൽകുവാൻ വേണ്ടും ആവശ്യപ്പെട്ടു. സ്വഹാബത്തുൽ കിറാമും മുത്തുനബിയും പരിക്ഷീണത്താൽ സുഖനിദ്രയിൽ ആണ്ടുപോയി. ഏൽപ്പിക്കപ്പെട്ട സ്വഹാബിയും ഒരർത്ഥത്തിൽ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ക്ഷീണത്തിൽ അകപ്പെട്ടുകൊണ്ട് ഉറക്കിലാണ്ടുപോയി. കാര്യങ്ങളെല്ലാം പിടിവിട്ടുപോയി. അവസാനം മുത്തുനബിയും സ്വഹാബത്തുൽ കിറാമും സുബഹിയുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ് ഉണരുന്നത്. വെയിലിന്റെ ചൂട് അല്ലെങ്കിൽ സൂര്യന്റെ താപമേറ്റുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെട്ടി ഉണർന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ തനിയായിയോട് ചോദിച്ചു, ഏൽപ്പിക്കപ്പെട്ട സ്വഹാബിയോട് ചോദിച്ചു, അതല്ല സുഹൃത്തെ, നിന്നെ കാര്യം ഏൽപ്പിച്ചിട്ട് നീ എന്താണ് അക്കാര്യത്തിൽ വിമുഖത കാണിച്ചുവോ? ഉത്തരവാദിത്വം നിർവഹിക്കാതെ അതിൽ നിന്ന് നീ പിന്മാറി എന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി വര്യൻ പറഞ്ഞു, നബിയെ, നിങ്ങളെപ്പോലത്തെ ഒരു ക്ഷീണം എന്റെ ശരീരത്തിന് പിടിപെട്ടുപോയി. ഞാൻ ഉറങ്ങണമെന്ന് കരുതിയതല്ല, പക്ഷേ എന്റെ ശരീരത്തിന്റെ ക്ഷീണം രക്തത്തിൽ എന്നെ ഉറക്കിലേക്ക് നയിച്ചു. ഞാൻ അങ്ങനെ ഉറക്കിൽ പെട്ടുപോയതാണ് നബിയെ, ഞാൻ ചതിച്ചതല്ല പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തുൽ കിറാമിനെ മുഴുവനും തന്നെ എഴുന്നേൽപ്പിച്ച് ആ സദസ്സിൽ വെച്ച് അതല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് സുബഹി ഖളാ വീട്ടുക പോലും ചെയ്യാതെ അള്ളാഹുവിന്റെ പ്രവാചകർ ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞത്, ഇന്നഹാ മഅ്വശയാത്തീൻ, അത് പിശാചുക്കളുടെ ഒരു സങ്കേത ഭൂമിയാണ്. നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് സുബഹി ഖളാ വീട്ടുക പോലും ചെയ്യൽ പാടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് തിരിഞ്ഞ് അല്പം പോയി യാത്ര പോയതിന് ശേഷം മാത്രം ഈ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് മുത്തുനബിയും അതുപോലെ തന്നെ അവിടുത്തെ ഉത്തമ സ്വഹാബികളും ആ പ്രത്യേകമായ സ്ഥലത്തിൽ നിന്ന് മാറി അല്പം യാത്ര ചെയ്തതിന് ശേഷമാണ് ഏറ്റവും നേരത്തെ ഖളാ വീട്ടേണ്ട സുബഹി പോലും അല്പം പിന്തിപ്പിച്ചതിന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഖളാ വീട്ടിയത് നമുക്ക് ബോധ്യമാകുമ്പോ
സ്ഥലങ്ങളിൽ നഹ്സുകളുണ്ട്, ശൂന്യതകളുണ്ട്, ശകുനങ്ങളുണ്ട്. നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ ഭൗമശാസ്ത്രപരമായ നിലക്ക് ആ വീടിന്റെ സ്ഥാനങ്ങളും അതുപോലെ തന്നെ അതിന്റെ ക്രമീകരണങ്ങളും ഒക്കെ നമ്മൾ നടത്താറുണ്ട് എന്നുള്ളത് അത് ഭൗതിക ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അധികാമ്യമാണ് എന്ന് പറയാം. ഭൗമശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് ഖുർആന് കൊണ്ടോ അതല്ലെങ്കിൽ ഹദീസ് കൊണ്ടോ അതിന് തെളിവുകൾ ഉദ്ധരിക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ അതൊരു ശൂന്യമായിരിക്കും, അതല്ലെങ്കിൽ അതൊരു അവിവേകമായിരിക്കും എന്ന് കൂടി ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആന് കൊണ്ടും തിരു ഹദീസ് കൊണ്ടും നമുക്ക് സ്ഥലങ്ങളിലും അതുപോലെ തന്നെ സമയങ്ങളിലും നഹ്സുകളുണ്ട്, ശൂന്യതകളുണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ മുഹറം ശരീഫ് 1 മുതൽക്ക് 10 കൂടിയ ദിവസങ്ങൾ മുഴുവനും നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് മുൻനിർത്തി മാറ്റുകയോ ചെയ്യേണ്ട ദിവസങ്ങളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലാണോ മുഹറം 1 മുതൽ 10 കൂടിയ ദിവസങ്ങളെ നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത്? അല്ല, ഒരിക്കലുമല്ല. മഹാന്മാരായ ആളുകൾ മുഹറത്തിന്റെ ആദ്യത്തെ 10 നഹ്സുകളുടെ ദിവസങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മഹാന്മാർ കിതാബുകളിൽ പഠിപ്പിക്കുന്നു മുഹറം 2 നഹ്സുള്ള ദിവസമാണ്, മുഹറം 9 നഹ്സുള്ള ദിവസമാണ്. എന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പല ആളുകളും എന്തെങ്കിലും നെൽക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, പ്രസവത്തിന് വേണ്ടി നമ്മുടെ മക്കളെ കൂട്ടി കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൂട്ടി കൊണ്ടുപോകുവാനോ തയ്യാറാകുമ്പോ മുഹറം 10 കഴിയട്ടെ എന്ന് പറയുന്നു, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി ദിവസങ്ങൾ നിശ്ചയിക്കുമ്പോൾ നമ്മൾ മുഹറം 10 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുഹറത്തിന്റെ ആദ്യത്തെ 10 മാറ്റി നിർത്തുന്നതിന്റെ രഹസ്യം എന്താണ്? അതിൽ ചില രഹസ്യങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ 1 മുതൽക്ക് 10 കൂടിയ മുഹറത്തിന്റെ 10 ദിവസങ്ങളും പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കുന്നവരായിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പുകാരായിരുന്നു. സ്വാഭാവികമായിട്ടും നോമ്പുകാരായിരിക്കുന്ന മുഅ്മിനീങ്ങളായ അല്ലെങ്കിൽ മുഅ്മിനാത്തുകളായ സഹോദര സഹോദരിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും സദ്യകൾ നമ്മുടെ വീട്ടുകളിലൊക്കെ ഒരുക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമകരമായ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ മുൻഗാമികളൊക്കെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നേറിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ ഇന്ന് മുഹറം 9 10 പോലും നോമ്പ് നോൽക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഹറം 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് സാന്ദർഭികമായിട്ട് ഈ വിനീതൻ മനസ്സിലാക്കിയത് പ്രകാരം എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണത്. പരിശുദ്ധമായ മുഹറം ശരീഫ് എന്ന് പറയുന്നത് ചരിത്ര താളുകളിൽ എന്തുകൊണ്ടും നമ്മൾ സംഘത്താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ഒരു മാസമാണ്. പരിശുദ്ധമായ മുഹറം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ തുടക്കം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിക്കാൻ വരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ മുഹറം ശരീഫിന്റെ പവിത്രത നമുക്ക് ബോധ്യപ്പെടും. എന്ത് വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശൃംഖലക്ക് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട സയ്യിദുൽ അംബിയായി അവ്വലുൽ അംബിയായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചക ശൃംഖലക്കും മനുഷ്യ ശൃംഖലക്കും എതിർ ശൃംഖലക്കും തുടക്കം കുറിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതും ഈ പരിശുദ്ധമായ മുഹറം ശരീഫിലാണ് എന്ന് നമുക്ക് വ്യക്തമാകും. മാത്രമല്ല ആ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് തുടങ്ങി സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകനും പ്രവാചക ശൃംഖലയുടെ പരിസമാപ്തി കുറിക്കപ്പെട്ടവരും ലോകത്തിന്റെ ഏറ്റവും അത്യുന്നത ഗതിയിൽ പടച്ച തമ്പുരാൻ ഉയർത്തിയിട്ടുള്ള മഹാനായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകർ 25-ാമത്തെ വയസ്സിൽ 40-കാരിയായ ഖദീജ ബീവി, മക്കയിലെ കുലപതിയായ രാജാത്തിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള വിവാഹം നടന്നിട്ടുള്ളത് വരെ പരിശുദ്ധമായ മുഹറമിലാണ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ പരിശുദ്ധമായിരിക്കുന്ന മുഹറത്തിന് വല്ലാത്തൊരു ഇടമുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. പരിശുദ്ധ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആദ്യത്തെ വിവാഹം ഖദീജ ബീവിക്ക്, രണ്ടാമത്തെ വിവാഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹമായിരുന്നു.
ആ വിവാഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തിട്ടുള്ളത് പരിശുദ്ധമായ മുഹറമിലാണ് എന്ന് പറയുമ്പോൾ ആ മുഹറമിന്റെ പവിത്രത എത്രത്തോളമുണ്ട് എന്നും അതിന്റെ ബഹുമാനം എത്രത്തോളമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. ഞാൻ ആ ചരിത്ര താളുകളിലേക്കൊന്നും വിശദമായി കടക്കുകയില്ല. അതിനുള്ള സമയവും വളരെ പരിമിതമായതുകൊണ്ട് അതിനുള്ള സമയവും ഇവിടെയില്ല. എന്നിരുന്നാൽ തന്നെയും ഏതാനും ചില പ്രത്യേകമായ സംഭവവികാസങ്ങൾ മാത്രം ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. പരിശുദ്ധ റമദാൻ ശരീഫ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് വേണ്ടി ശ്രേഷ്ഠ നൽകിയിട്ടുള്ള പരിശുദ്ധമായ മാസമാണ് മുഹറം എന്ന് സയ്യിദുൽ വറാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അഫ്ളലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. അഫ്ളലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. പരിശുദ്ധമായ റമളാൻ ശരീഫ് കഴിഞ്ഞാൽ പിന്നീട് നോമ്പ് നോൽക്കാൻ ഏറ്റവും ശ്രേഷ്ഠതപ്പെട്ട മാസം പരിശുദ്ധമായ മുഹറമാണ്. മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ നിഷിദ്ധമായ മാസം എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിൽ അസന്നിഗ്ധ ഘട്ടത്തിൽ, ആവശ്യഘട്ടത്തിൽ, അത്യാസന്ന ഘട്ടത്തിൽ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള യുദ്ധം പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം വിലക്കിയിട്ടുള്ള മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മാസമാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പരിശുദ്ധ മുഹറം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായിരിക്കുന്ന മുഹറം പവിത്രമാണ്. 1 മുതൽക്ക് 10 കൂടിയ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. പരിശുദ്ധമായ മുഹറം 10-ന്റെ, അതുപോലെ തന്നെ മുഹറം 9-ന്റെ അഥവാ താസുആഇന്റെയും ആശുആഇന്റെയും നോമ്പ് സുന്നത്താകുന്നതിനുള്ള പശ്ചാത്തലം നമുക്കറിയാവുന്നതുപോലെ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട സംഭവമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ ചെന്ന് നോക്കുമ്പോ അവിടെയുള്ള ജൂതന്മാര് അന്നത്തെ ദിവസം നോമ്പുകാരാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ ജൂതന്മാരോട് ചോദിച്ചു, അതല്ല കൂട്ടരെ, നിങ്ങൾ എന്താണ് ഇന്ന് നോമ്പ് നോക്കുന്നത്? അപ്പോൾ ജൂതന്മാര് പറഞ്ഞു, ഈ ദിവസം എന്ന് പറഞ്ഞാൽ പവിത്രമായ ദിവസമാണ്. ഈ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുത്തെ ലോകത്ത് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്നും പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാമാവശേഷമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഫറോവ എന്ന് പറയുന്ന ധിക്കാരിയുടെയും അവന്റെ അനുയായികളെയും കരാളഹസ്തങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് തആല സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ പവിത്രമായിരിക്കുന്ന ദിവസത്തെ ആ സന്തോഷവേളയെ അനുസ്മരിച്ചുകൊണ്ട് ഇരട്ടിക്കുന്ന നോമ്പാണ് ഈ പവിത്രമായ ദിവസത്തിലുള്ള നോമ്പ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലുള്ള ജൂതന്മാരെ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ആ സന്ദേശം മുത്തുനബിക്ക് കൈമാറിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസാ മിൻകും. ഈ ദിവസത്തിൽ കൂടുതൽ കടപ്പാട് നിങ്ങൾക്കല്ല മൂസാ നബിയോട്, ഞങ്ങൾക്കാണ്. ഈ ദിവസം എന്നിന് വേണ്ട ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടുതൽ കടപ്പെട്ടവരും അതുപോലെ തന്നെ ബാധ്യതയുള്ളവരും കൂടുതൽ ബാധ്യത നിറവേറ്റുന്നവരും നിറവേറ്റേണ്ടവരും ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളാണ് ആ ദിവസം നോമ്പ് നോക്കേണ്ടതെന്ന് പറഞ്ഞ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന മുഹറത്തിന്റെ 10-ാമത്തെ ദിവസത്തിൽ അഥവാ ആശൂറാ എന്ന് പറയുന്ന ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളോട് പറഞ്ഞു, ഒരു നിലക്കും തന്നെ ജൂതനുമായിട്ട് നമുക്ക് സന്ധിയിൽ ഏർപ്പെടാൻ സാധില്ല. അന്നൊന്നും ഇസ്ലാമിന്റെ ജന്മശത്രു രണ്ടാമത്തെ മസ്ജിദായി 2ാമത്തെ സ്ഥാനം അല്ലാഹു തആല നൽകി അലങ്കരിച്ച് ആദരിച്ച പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസ് ഇസ്ലാമിന്റെ ആളുകൾക്ക് അവിടെ പ്രവേശിക്കാൻ പോലും ഇബാദത്ത് ചെയ്യാൻ പോലും നിസ്കരിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ജൂതലോബികളും അതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടവും പരിശുദ്ധമായിരിക്കും ഇസ്ലാമിന്റെ ആളുകൾക്ക് വേലിയേറ്റം സൃഷ്ടിച്ചിരിക്കുന്ന രംഗം നമുക്കറിയാം. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ, അന്നും എന്നും പരിശുദ്ധമായിരിക്കും ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ജൂതലോബികൾ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ, ആ ജൂതന്മാരൊരിക്കലും നിങ്ങൾ ഐക്യദാർഢ്യത്തിൽ അകപ്പെടാൻ പാടില്ല, സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. അവരെ നിങ്ങൾ ശത്രുക്കളായി തന്നെ കാണേണ്ടതാണ്.
അവർ എന്നും നിങ്ങളെ ശത്രുക്കളാണ്. ആ ശത്രുതയോടുകൂടെയുള്ള ഒരു കാഴ്ചപ്പാടെ അവരുമായിട്ട് അത്തരത്തിലുള്ള ഒരു സന്ധി മാത്രമേ അവരുമായി ആകാവൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രവാചകർ തുടർന്ന് നമ്മളോട് ഉപദേശിച്ചു, അടുത്ത വർഷമാങ്ങാനും അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, എനിക്ക് ജീവിക്കാനുള്ള അവസരം അല്ലാഹു തആല നൽകുകയാണെങ്കിൽ, പരിശുദ്ധമായ മുഹറം ശരീഫിന്റെ 9ാമത്തെ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് ത്വാഹ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ്, അള്ളാഹിന്റെ പ്രവാചകർ 10ാമത്തെ ആശൂറ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ആശൂറയുടെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ആജ്ഞാപിക്കുകയും ചെയ്തതായിട്ട് 9 പരിശുദ്ധമായിരിക്കുന്ന മുഹറം ശരീഫിന്റെ 10ാമത്തെ ദിവസം വളരെ കൂടുതൽ പവിത്രതയുള്ളതാണ്. എന്തിനെ പറയണം? മഹത്തുക്കളായ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു, അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പുണ്യമുള്ള ദിവസമാണ്. പണ്ടു പ്രാണികളും ഇഴജന്തുക്കൾ വരെ അന്നത്തെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായിട്ട്, ഉറുമ്പുകൾ വരെ അന്നത്തെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടതായിട്ട് മഹത്തുക്കളായ ആളുകൾ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ചില മഹാന്മാർ പറയുന്നു, സാധാരണ രാവിലെ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾ, റൊട്ടിക്കഷ്ണങ്ങൾ ഉറുമ്പുകൾ കെട്ടുകൊടുത്ത് അവർക്ക് ഭക്ഷണം നൽകാറുണ്ട്. പരിശുദ്ധമായ മുഹറം ശരീഫിന്റെ 10ാമത്തെ ദിവസമായപ്പോ സാധാരണ ഞാൻ ചെയ്യാറുള്ളത് പോലെ ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഞാൻ റൊട്ടിയുടെ കഷ്ണങ്ങൾ കഷ്ണിച്ചുകൊണ്ട് അവർക്ക് വിതറിക്കൊടുത്തപ്പോൾ അവരത് കഴിക്കാതെ പകൽ സമയത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അഥവാ സുബഹി മുതൽക്ക് മഗ്രിബ് വരേക്കുമുള്ള സമയങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉറുമ്പുകൾ പോലും നോമ്പനുഷ്ഠിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന മഹാന്മാർ സാക്ഷിപത്രം നമുക്ക് നൽകുന്നുവെങ്കിൽ എന്റെ ഉമ്മമാരെ എത്രത്തോളം പവിത്രമാണ് പരിശുദ്ധമായ മുഹറം 10 എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമാകും. മഹാനായിരിക്കുന്ന സയ്യിദുന അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ചില പ്രത്യേകമായ സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ വിധിപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയും ചെയ്തിട്ടുള്ളത് പരിശുദ്ധമായ മുഹറത്തിലാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ വിജയം, അതോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശത്രുവാകുന്ന ഫറോവയുടെയും കിങ്കരന്മാരുടെയും ഏറ്റവും വലിയ പതനം എന്നതിലുപരിയായി വെള്ളം കുടിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ബഹറുൽ അഹ്മർ എന്ന് പറയുന്ന ചെങ്കടലിൽ മുക്കിക്കടന്ന ഏറ്റവും വലിയ ചരിത്ര മുഹൂർത്തം നടന്നിട്ടുള്ള പരിശുദ്ധമായിരിക്കുന്ന മുഹറം. ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ പുറത്താക്കി. ആ പുറത്താക്കിയത് നമ്മുടെ നേട്ടമാണ്. ആ പുറത്താക്കൽ നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഇത്തരത്തിൽ ഈ മദ്രസയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടുകയില്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ പിന്നിൽ, അതിന്റെ ഒരു രഹസ്യം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതൊരു നമ്മൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതിനൊരിക്കലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ബഹുമാനപ്പെട്ട ആദം നബിയോടും തന്റെ ഭാര്യ ഹവ്വാ ബീവിയോടും, ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ ഫലാ തഖറബാ മിനശ്ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ ഇഷ്ടാനുസരണം വിഹരിച്ചുകൊള്ളുക, സ്വർഗത്തിൽ നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളുക. പക്ഷേ ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. ഒരു പ്രത്യേകമായ വൃക്ഷത്തിന്റെ ബോർഡർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്ത് ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എങ്കിലും ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി. ഇവർ രണ്ടുപേരും നിലകൊള്ളുന്ന ഒരവസ്ഥയിൽ നിന്ന് പിശാചിന്റെ നിരന്തരമായിരിക്കുന്ന കണിയിൽ അവർ ഒരർത്ഥത്തിൽ അകപ്പെട്ടു പോയി. അവസാനം എന്ത് സംഭവിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ വൃക്ഷത്തിൽ നിന്ന് കനി തിന്നതിന്റെ പേരിൽ അല്ലാഹു തആല പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ജീവിക്കാനുള്ള അവസരമില്ല, പുറത്തു പോകണമെന്ന് പറഞ്ഞു. ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ പ്രകാരം കെട്ടും കെട്ടി ഇറങ്ങിയതായ ചരിത്രം പറയപ്പെട്ട ഉമ്മമാരെ പരിശുദ്ധമായ മുഹറമിലാണ്. ആ ഇറങ്ങിയ പരിശുദ്ധമായിരിക്കുന്ന സന്ദർഭം, പരിശുദ്ധമായിരിക്കുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം മുഹറത്തിലാണ് എന്ന് പറയുമ്പോൾ ആ മുഹറം നമുക്ക് അനുകൂലമാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
മാത്രമല്ല ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അയവിറക്കുവാൻ കൂടിയുള്ള ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് സാക്ഷ്യം വഹിക്കുന്ന പരിശുദ്ധമായ മുഹറം ശരീഫ് കൂടിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ നമുക്കൊക്കെ വളരെ വ്യക്തമായ രൂപത്തിൽ അറിയാം. കാരണം കഴിഞ്ഞ മാസം നമ്മൾ പല ക്ലാസുകളിലും അതുപോലെ തന്നെ പല വഅദിന്റെ സദസ്സുകളിലുമൊക്കെ അതിനെക്കുറിച്ച്, ബഹുമാനപ്പെട്ടവരെ കുറിച്ച്, ബഹുമാനപ്പെട്ട ചരിത്ര സംഭവത്തെക്കുറിച്ച്, ബഹുമാനപ്പെട്ട വിശ്വാസത്തെക്കുറിച്ചൊക്കെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ കഅബാലയത്തെ പുതുക്കി പണിതതും അതുപോലെ തന്നെ സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി അല്ലാഹു തആല ആജ്ഞാപിച്ചപ്പോ അതിന് മഹാനവരുകൾ തയ്യാറായതുമൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സർവ്വസമർപ്പണം നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ തയ്യാറായതുമൊക്കെ നമുക്കറിയാം. ശിർക്കിനെതിരെ ശക്തമായ സദ്യയില്ലാ സമരം നടത്തി വിജയത്തിന്റെ സോപാനത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തിയ മഹാവ്യക്തിത്വമാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ ശിർക്കിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ് ലോകം തന്നെ അടക്കി ഭരിച്ച നമ്രൂദ് എന്ന് പറയുന്ന അഹങ്കാരിയായ ധിക്കാരിയായ മനുഷ്യൻ വലിയൊരു തീക്കുണ്ടാരത്തെ നിർമ്മിക്കുകയും ആ തീക്കുണ്ടാരത്തിലേക്ക് ബഹുമാനപ്പെട്ടവരെ തെറ്റുവില്ലിലൂടെ എറിയുകയും ചെയ്തതായ ചരിത്രം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ടവർ ആ സമയത്ത് സർവവും അല്ലാഹുവിൽ സമർപ്പിച്ചു, അല്ലാഹുവിൽ മുഴുവനും അർപ്പിച്ചു. എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചവനാണ്, എന്നെ ഇതുവരെ പരിപാലിച്ചവനാണ്, എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു പോരുന്ന, എനിക്ക് ഭക്ഷണം നൽകുന്ന, പാനീയങ്ങൾ നൽകുന്ന, എനിക്ക് ഓക്സിജൻ നൽകുന്ന എന്റെ റബ്ബ് എന്റെ കാര്യം ഏറ്റെടുക്കുമെന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോട് ദുആ ചെയ്തില്ല. ബഹുമാനപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒന്നും തന്നെ പറഞ്ഞില്ല, പടച്ചോൻ എന്നെ രക്ഷിക്കണം. ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير. യഥാർത്ഥ വിശ്വാസിയുടെ മനസാന്തരങ്ങളിൽ നിന്ന് നിർഗളിച്ചു വരേണ്ട ആ തവക്കുലിന്റെ വചനം സയ്യിദുനാ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവരെ വിട്ടു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബി അല്ലാഹ്, നമ്രുന്റെ തീക്കുണ്ടാരത്തിനിക്ക് കരിച്ചു കളയാൻ കഴിവ് കൊടുക്കുന്നത് എന്റെ റബ്ബല്ലേ, നമ്രൂദിന്റെ ആ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനും എന്റെ റബ്ബല്ലേ, ശക്തമായ ചൂടിനെ തണുപ്പാക്കി മാറ്റാനും ചൂടിനെ ചൂട് എന്ന് പറയുന്ന പ്രത്യേകമായിരിക്കുന്ന ആ സാഹചര്യം ഒരുക്കാനും കഴിവുള്ളവനും എന്റെ റബ്ബല്ലേ, തീനിക്ക് ചൂട് നൽകുന്നവനും എന്റെ റബ്ബല്ലേ, എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഹസ്ബി അല്ലാഹ്, അല്ലാഹു എനിക്ക് മതി, വനിഅമൽ വകീൽ, കാര്യങ്ങൾ അർപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലവൻ അല്ലാഹു തന്നെയാണ്. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അത് വല്ലാത്തൊരു വചനാണ്, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ചില വചനങ്ങൾക്ക്, ചില പദപ്രയോഗങ്ങൾക്ക് വല്ലാത്തൊരു അർത്ഥവ്യാപ്തിയാണ് അത്, അല്ലെങ്കിൽ പറഞ്ഞ് വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാരങ്ങളാണ് അതിനടങ്ങിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പദമാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന യജമാനൻ എത്ര നല്ലവനാണ്, അവൻ എന്റെ റബ്ബല്ലയോ. നിഅമൽ വകീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ പറ്റുന്നവനുമാണ് അല്ലാഹു, അതിന് ഏറ്റവും നല്ലവനാണ് അല്ലാഹു, ആ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവനുമാണ് അല്ലാഹു. എന്നതിനാഞ്ഞാലുണ്ട് ആ തീക്കുണ്ടാരത്തെ പോലും പടച്ച തമ്പുരാൻ ലോകത്ത് 1-ാം നമ്പർ AC ആയിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് മാറ്റിക്കൊടുത്തത്. ചരിത്രം സുദീർഘമാണ്, സമയം പരിമിതമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ സമയത്ത് പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീ കൊണ്ട് കരിക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല. അല്ലാഹ് പറഞ്ഞു,
ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. നമ്മൾ തീയിനോട് പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി, തീയേ നീയാവണം ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് തണുപ്പാവണം. എന്നാൽ തണുപ്പായി ഫ്രീസറിൽ വെച്ചതുപോലെ നമ്മളൊക്കെ ഉദയത്തിന് ഇറച്ചുകൊണ്ടേക്കാണ് ഫ്രീസറിൽ വെക്കാറുണ്ട്, ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞാൽ എടുത്തു നോക്കുന്ന സമയത്ത് അതൊരു ഐസിന്റെ കട്ടയായി മാറിയിട്ടുണ്ടാകും. ഐസ് അതിനെ വലയം ചെയ്തിട്ടുണ്ടാവും. എന്നതുപോലെയുള്ള ഒരവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവന്റെ തന്നെ അപകടമാണ് അത്തരം സാഹചര്യം. അല്ലാഹു തആല പറഞ്ഞ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമ, തണുപ്പ് വേണം, രക്ഷയും വേണം, ശരീരത്തിലേക്ക് സുരക്ഷ വേണം. ആ രൂപത്തിലുള്ള തണുപ്പ്, വളരെ നല്ല എയർ കണ്ടീഷൻ സംവിധാനം, ലോകത്ത് ഏറ്റവും വലിയ എയർ കണ്ടീഷൻ സംവിധാനത്തെ സ്വാഗതം ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വസ്സലാമിനായിരുന്നു. അല്ലാതെ ചൂടുണ്ടാകുമ്പോ തണുപ്പ് തരിക എന്നുള്ളതാണ് ഏസിന്റെ ഏറ്റവും പ്രത്യേകത. തണുപ്പുണ്ടാകുമ്പോൾ ചൂട് നൽകലുമായിരിക്കും അതിന്റെ പ്രത്യേകത ആയിരിക്കാം. അതിനെ കുറിച്ചൊന്നും പറയുകയല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു പരീക്ഷണം നൽകി. ആ പരീക്ഷണത്തിൽ 100% പടച്ച തമ്പുരാൻ വിജയം കൊടുത്ത് ബഹുമാനപ്പെട്ടവരെ ഒന്നുകൂടെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് പരമാധികാരവും അതുപോലെ തന്നെ ലോകം അടക്കി ഭരിക്കാനുള്ള രാജാധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മാസം കൂടിയാണ്. അധികാര വർഷത്തിന്റെ ആരംഭം എന്ന് പറയാൻ ഉതകുന്ന രൂപത്തിൽ ലോകത്തെ മുഴുവനും തന്നെ അടക്കി പ്രഥമ രാവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂര്യൻ അസ്തമിച്ച് മാസപ്പിറവി കാണുകയാണെങ്കിൽ നാളെ അതിന്റെ ഒന്നാമത്തെ രാവും പകലുമായിരിക്കും. അഥവാ അടുത്ത രാവ്, വരുന്ന രാവ് പരിശുദ്ധ മുഹറത്തിന്റെ പ്രഥമ രാവായിരിക്കും. പവിത്ര നൽകിയിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ മുഹറം. അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഫ്ളലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. പരിശുദ്ധമായിരിക്കുന്ന റമളാൻ ശരീഫ് കഴിച്ചാൽ പിന്നെ നോമ്പ് നോൽക്കാൻ ഏറ്റവും പരിശുദ്ധമായ പവിത്രമായ പുണ്യമേറിയ ഏറ്റവും കൂടുതൽ അഫ്ളലായിരിക്കുന്ന മാസം പരിശുദ്ധമായ മുഹറമാണ് പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെയായിരിക്കാം. ആ പ്രഥമ രാവിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമോ എന്ന് നമുക്ക് എങ്ങനെ പ്രതിപദിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പ്രവചിക്കാൻ സാധിക്കുന്നത്? സാധ്യമല്ല പ്രിയപ്പെട്ട ഉമ്മ. ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലഖദ് കർറംനാ ബനി ആദം. ആദം സന്തതികൾ ആദരവുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജ്ഞാനം നൽകി, വിവേകം നൽകി. അതുപോലെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു സൃഷ്ടിപ്പിന്റെ നല്ല ഒരു രൂപം നൽകി. മനുഷ്യേതര ജീവികളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. പാമ്പ് ഇഴഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ജീവികളൊക്കെ, നാൽക്കാലി മൃഗങ്ങളൊക്കെ 4 കാലിലാണ്. 4 കാലി എന്ന് പറയാൻ തന്നെ 4 കാലിൽ അത് സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു വികൃതമായ രൂപത്തിലുള്ള 4 കാലുകൊണ്ട് നമ്മുടെ കാലും കൈയും കുത്തി നടക്കുന്ന ഒരു വികൃതമായിരിക്കുന്ന ഒരു ജീവിയായിട്ട് പടച്ച തമ്പുരാൻ നമ്മെ പടച്ചില്ല. എഴുത്തിതാലുള്ള ഖിൽഖത്ത്, സൃഷ്ടിപ്പ് വല്ലാത്തൊരു രൂപത്തിലാ, വല്ലാത്തൊരു നല്ല ശൈലിയിലും അതുപോലെ തന്നെ നമുക്കൊക്കെ കാണാൻ ഒരു നല്ല ഒരു സ്ഫുടമായ അല്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള ഒരു രൂപത്തിലാണ്, അല്ലെങ്കിൽ ഒരു സൂറത്തിലൂടെയാണ് അല്ലാഹു തആല നമ്മെ പടച്ചത്. അല്ലാഹു നമ്മെ ആദരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ഉമ്മ. ഈ ആദരവിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കാൻ പരിശുദ്ധമായ ഈ അവസാന വേളയിൽ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ഉൾക്കൊള്ളുവാനുള്ള നല്ല മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറത്തിന്റെ 1 മുതൽക്ക് 10 കോടി ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നോമ്പനുഷ്ഠിക്കുക. ഇല്ലെങ്കിൽ 9ഉം 10ഉം എങ്കിലും നോക്കുക.
പുത്തുനബി നോൽക്കുകയും 9 നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള പവിത്രമായ ദിനരാത്രികളാണ് ആശൂറാ, താസുആ എന്ന് പറഞ്ഞാൽ മുഹറം 9, ആശൂറാ എന്ന് പറഞ്ഞാൽ മുഹറം 10. പവിത്രമാണ് പരിശുദ്ധമായ മുഹറം മാസം തന്നെ പവിത്രമാണ്. ഒരുപാട് ചരിത്രങ്ങൾ അതിൽ അയവിറക്കുവാനുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. തന്റെ ഉറ്റവരും ഉടയവരും വരെ, കൂടപ്പിറപ്പുകൾ വരെ തന്നെ ഉന്മൂലനാശം വരുത്തുന്നതിന് വേണ്ടി കൊണ്ടുപോയി പൊട്ടക്കണലിട്ട ചരിത്രം നമുക്കറിയാം. പ്രിയപ്പെട്ട ഉമ്മ, ചരിത്രം നമുക്കറിയാം. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പ്രത്യേകമായിരിക്കുന്ന ഒരു സൂറത്ത് തന്നെ ലോകത്ത് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം യൂസുഫ് സൂറത്ത്. എന്റെ കൂടപ്പിറപ്പുകളായ എന്റെ സഹോദരന്മാര് പിതാവിനെ വഞ്ചിച്ചുകൊണ്ട് തന്റെ സഹോദരനെ കൊണ്ടുപോയി പൊട്ടക്കടലിലിട്ടു. അള്ളാഹുവിന്റെ വിധി മറ്റൊന്നായിരുന്നു. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ബഹുമാനപ്പെട്ടവർ, നിരപരാധിയായിട്ട് ജയിലറകളിൽ വർഷങ്ങളോളം കടക്കേണ്ടി വന്ന ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം പടച്ച തമ്പുരാന് മിസ്രിന്റെ ആധിപത്യം കൊടുത്തു. രാജാധികാരം കൊടുത്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ അതിന് വ്യക്തമായ മറുപടി കൊടുത്തത് തന്റെ സഹോദരന്മാർക്ക്. പക്ഷേ അപ്പോഴും ആ സമയത്തും മഹാനവരുകൾ റബ്ബിനോട് പ്രാർത്ഥിച്ചത്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫ്ഫനീ മുസ്ലിമൻ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. ഇത്രയും വലിയ മിസ്രിന്റെ അധികാരം മുഴുവനും തന്നെ തന്റെ വിരൽ തുമ്പിലിട്ടുകൊണ്ട് അമ്മാനമാനുള്ള അവസരം അല്ലാഹു കൊടുത്തപ്പോഴും നിയാന്യതനായി പടച്ച തമ്പുരാനോട് അവസാന നിമിഷം വരെ പ്രാർത്ഥിച്ചത്, ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. ലോകത്ത് മനുഷ്യരാശിയുടെ പകുതി ഭംഗി പടച്ച തമ്പുരാൻ യൂസുഫ് നബി അലൈഹി സ്വലാമി കൊടുത്തിട്ടുണ്ട്. പലരും അതിൽ വഞ്ചിതരായിട്ടുണ്ട്. അതിലും പല ആളുകളും അപകടത്തിൽ പെട്ടുപോയിട്ടുമുണ്ട്. ചരിത്രം സാക്ഷിയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുകയല്ല. പക്ഷേ അത്തരത്തിലുള്ള വലിയ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നടന്ന് അതിനുശേഷം പടച്ച തമ്പുരാൻ മഹാനവരുകൾക്ക് രാജാധികാരം നൽകി ആദരിച്ചു. അത്തരത്തിലുള്ള വലിയ ഉന്നതമായ പദവി മഹാനവരുകൾക്ക് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തതും പരിശുദ്ധമായ മുഹറമിലായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഒരുപാട് ചരിത്ര സാക്ഷ്യം അല്ലെങ്കിൽ ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഇൻഷാ അല്ലാഹ് കടന്നു വരേണ്ട, നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട, നമുക്ക് അയവിറക്കേണ്ട പരിശുദ്ധമായ മാസം. ആ മാസത്തിലേക്കാണ് അഥവാ മുഅ്മിനിന്റെ ഉയരായിട്ട് കടന്നു വരുന്ന പരിശുദ്ധമായ മുഹറം. ആ മുഹറത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ നിമിഷങ്ങളിലേക്കാണ്, അതിന്റെ തൊട്ടടുത്ത നിമിഷങ്ങളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അല്ലാഹു നമുക്ക് ഖൈറിന് വേണ്ടിയാക്കി തെരുമാറാവട്ടെ. സമയത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സാധിക്കുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് നോമ്പെടുപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മകൾ വർദ്ധിപ്പിക്കലാണ് ഒരു മുഅ്മിനിന്റെ ലക്ഷ്യം. കഴിഞ്ഞുപോയ ജീവിതകാലത്ത് വന്നുപോയ ഈ കഴിഞ്ഞുപോയ ഒരു വർഷമാകുന്ന ഏടിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ ഏതൊക്കെയുണ്ടോ ആ തെറ്റുകുറ്റങ്ങളെ മുഴുവനും തന്നെ ഏറ്റുപറഞ്ഞ് പടച്ച തമ്പുരാനിലേക്ക് തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് മടങ്ങി ഒരു പുതുവത്സരത്തെ ഒരു പുതിയ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് പോലെ, ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് പോലെ, ഒരു പുതിയ ഒരു തിരുത്തലുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് പോലെ, ഒരു നവ ചൈതന്യത്തിലേക്ക് നമ്മൾ വീണ്ടെടുപ്പിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കാലെടുത്ത് വെക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നമുക്കതിന് സാധ്യമാകണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലുത്. കൂടെ നമ്മുടെ പ്രവർത്തനവും ഉണ്ടായിരിക്കലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഗണ്യമാക്കുമാറാവട്ടെ, നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. പവിത്രമായ നീ ആദരിച്ച മാസങ്ങൾ ആദരിക്കാൻ അർഹിക്കുന്ന ആദരവ് നൽകാൻ പഠിച്ചവനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ. നീ ആദരിച്ച സ്ഥലങ്ങൾ, നീ ആദരിച്ച സമയങ്ങൾ, നീ ആദരിച്ച വസ്തുക്കൾ, നീ ആദരിച്ച വ്യക്തികൾ, അവരെയൊക്കെ ആദരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങൾ ഗതകാലത്ത് ഈ കഴിഞ്ഞുപോയ ഒരു വർഷത്തിൽ ഞങ്ങളിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം തമ്പുരാനെ. ഞങ്ങൾക്ക് ഒരു നവോന്മേഷം നൽകി നന്മയിലേക്ക് അടുക്കാൻ ഒരു നല്ല ബുദ്ധി നൽകി പടച്ച റബ്ബേ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുവാനുള്ള സാഹചര്യമായി വിശുദ്ധമായിരിക്കുന്ന മുഹറമിനെ നീ ഞങ്ങൾക്ക് ഒരുക്കിത്തരണം തമ്പുരാനെ.
പരിശുദ്ധമായ മുഹറം ഷരീഫിനെ ഞങ്ങൾക്ക് നിന്നോട് ചേർത്ത് പിടിക്കാൻ, പരിശുദ്ധ മുഹറം ഷരീഫിൽ ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാഹ്. നോമ്പനുഷ്ഠിക്കേണ്ട ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാനും ആ സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള സുഹൃതങ്ങൾ ചെയ്യാനും നീ തൗഫീക്ക് നൽകണം തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് പുറത്തു തരണം തമ്പുരാനെ. സ്വാലിഹീങ്ങളിൽ പെടുത്തണം തമ്പുരാനെ, മുത്തഖീങ്ങളിൽ പെടുത്തണം തമ്പുരാനെ. യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമായ സത്യസധരണിയിലൂടെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നീ നൽകണം തമ്പുരാനെ. ഞങ്ങൾ വന്ദരായ മാതാപിതാക്കൾ, ഞങ്ങളെ വഴികാട്ടികളായിരുന്നു ഞങ്ങൾ ഗുരുവര്യന്മാർ, മശായിഖന്മാർ, ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ പ്രസ്ഥാന ബന്ധുക്കൾ, ഞങ്ങൾക്ക് കടപ്പാടുള്ളവർ, ഞങ്ങളെ എത്രത്തോളം ഞങ്ങളെ വളർത്തിയവർ, അവർക്കൊക്കെ നീ ഖൈർ നൽകണം തമ്പുരാനെ. ജീവിതത്തിൽ അവർക്ക് നീ ഖൈർ നൽകണം തമ്പുരാനെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കണം തമ്പുരാനെ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഒന്നിറങ്ങുന്ന മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ ഗുഫ്റാൻ നൽകണം തമ്പുരാനെ. സ്വാലിഹീങ്ങളിൽ പെടുത്തണം തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും ഈമാൻ സലാമത്താക്കി തരണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ അന്ത്യമാക്കണം തമ്പുരാനെ. മുഅ്മിനീങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടണം തമ്പുരാനെ. മുത്ത് ഹബീബിനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ മനാമിൽ കാണാനുള്ള സൗഭാഗ്യം പലതവണ നൽകണം അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ചാരത്തിൽ ചെന്ന് സലാം പറയാനും ദുആ ചെയ്യാനും സൗഭാഗ്യം നൽകണം തമ്പുരാനെ. പുത്രസൂര്യന്റെ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള സൗഭാഗ്യം സാധുക്കളാ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ശഫാഅത്തുൽ ഉളുമ കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് വിജയം നൽകണം തമ്പുരാനെ. ച്ചവനെ ഞങ്ങൾ അവസാനത്തെ കടമ്പയാകുന്ന സിറാത്ത് പാലം പിന്നറിയുന്ന രൂപത്തിൽ വിട്ടുകടന്നുകൊണ്ട് സ്വർഗത്തിന്റെ ഏറ്റവും താഴേക്കടയുള്ള കാറ്റുകളിയെങ്കിലും ഞങ്ങൾക്ക് ഇനി നൽകി ഞങ്ങളിനി ധന്യമാക്കണം അല്ലാഹ്. ഞങ്ങളിനി സഹായിക്കണം അല്ലാഹ്. നീ ഞങ്ങളെ സഹായിക്കണം അല്ലാഹ്. നീ ഞങ്ങളിനി സഹായിച്ചുകൊണ്ട് മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഞങ്ങൾക്ക് ഒരിടം നൽകിക്കൊണ്ട് പടച്ച റബ്ബേ നിന്റെ ഫളിലായി അത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് ഞങ്ങളിനി ഉയർത്തിത്തരണം തമ്പുരാനെ. അമലുകളെ കൊണ്ട് ഞങ്ങൾ ഒരിക്കലും അത് ചോദിക്കാൻ അർഹരല്ല. പക്ഷെ നിന്റെ ഫളിൽ വിശാലമാണ്. فضل ഞങ്ങൾക്ക് കണിയണം തമ്പുരാനെ. ربنا تقبل منا وارحمنا وارحم والدينا وارحم من يرحمنا بانواع رحمتك يا ارحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صلى الله عليه. കഴിഞ്ഞ ക്ലാസ്സിന് നിങ്ങൾ പലരും വന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന് നിങ്ങൾ മടങ്ങിപ്പോയി എന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ോട് ബുദ്ധിപരമായ നിലക്ക് ഞാനും ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ സംഘാടകരത്ത് ചെറിയൊരു അബദ്ധം പറ്റിയതാണ് എന്ന് അവരെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഇതൊരു വിഷമമായി നിങ്ങൾ കരുതരുത്. പടച്ച റബ്ബ് നിങ്ങൾ വന്നതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.